ഈ വഴിയിൽ നിന്നൊന്നും കാണാൻ കഴിയും. അനുമോദിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതൊക്കെ നാട്ടിൽ നിന്നാണ് ആളുകൾ അർജുനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി എത്തുന്നത്. ആ ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയും നല്ല മനുഷ്യരെ, ഇത്രയും നല്ല മനസ്സുള്ള മനുഷ്യരെ കാണുക എന്ന് പറയുന്നത് തന്നെ സന്തോഷമല്ലേ എന്നുള്ളതാണ്. പക്ഷേ അത് മനാഫിനെയും ഈശ്വർ മൽപ്പയെയും ഒക്കെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. ഒപ്പം അർജുനെക്കുറിച്ചുമൊക്കെ അവർ കേട്ടത് അത്രത്തോളം നല്ല കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിചയം പോലുമില്ലാത്ത, ഇതുവരെ കണ്ടിട്ട് പോലുമില്ലാത്ത അർജുനെ കാണുവാൻ വേണ്ടി അവർ അതിരാവിലെ എഴുന്നേറ്റ് ബസ്സൊക്കെ പിടിച്ച് ഓടിയെത്തുകയായിരുന്നു ഈ നാട്ടിലേക്ക്, അർജുൻ്റെ നാട്ടിലേക്ക്, അർജുൻ്റെ വീട്ടിലേക്ക്. ഭവ്യ പാർവതി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഭവ്യ, ആ ആംബുലൻസിനൊപ്പം തന്നെ ഭവ്യ ഉണ്ട് എന്നറിയാം. വലിയ തിരക്ക് നമുക്ക് കാണാം. വിലാപയാത്രയായി ആ നാടൊന്നാകെ ആ ആംബുലൻസിനോടൊപ്പം ചേർന്ന് തന്നെ അർജുൻ്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭവ്യ പറഞ്ഞോളൂ. തീർച്ചയായും ആര്യ, വിലാപയാത്രയ്ക്കൊപ്പമാണ് ഞാനുള്ളത്. അർജുൻ്റെ നമുക്കൊപ്പം തന്നെയാണ് അർജുൻ്റെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസും കടന്നു നീങ്ങുന്നത്. ഈ നാട് മുഴുവൻ ഈ വിലാപയാത്രയ്ക്ക് ഒപ്പമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അത്രമാത്രം ജനങ്ങളാണ് ഈ ചെറിയ റോഡിൽ കൂടി അർജുൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അർജുൻ്റെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസിന് തൊട്ട് മുന്നിലായി ഒരു ജീപ്പിൽ അർജുൻ്റെ ഫോട്ടോ പതിച്ച ഒരു ജീപ്പുണ്ട്. അതിൽ അർജുൻ്റെ സുഹൃത്തുക്കളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അർജുൻ്റെ സുഹൃത്തുക്കളുണ്ട്. അതിന് പിന്നിലായി അർജുൻ്റെ മൃതദേഹം വഹിച്ചുള്ള വാഹനമുണ്ട്. കാർവാർ MLA സതീഷ് ജയിൽ ഈ വിലാപയാത്രയെ നമുക്ക് അനുഗമിക്കുന്നതിനൊപ്പം ഷാഫി പറമ്പിൽ MP ഉണ്ട്, രമ MLA ഉണ്ട്, തുടങ്ങിയ മന്ത്രി AK ശശീന്ദ്രനുണ്ട്. സർക്കാരിനെ പ്രതിനിധീകരിച്ചിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നടക്കും ഉള്ള പ്രതിനിധികളും ഇവിടെ ഈ വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ട്. AK ശശീന്ദ്രൻ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. എന്തായാലും ഭവ്യ ഇപ്പോൾ ആ ഒരു ആംബുലൻസിനൊപ്പം തന്നെ ഉണ്ട്. ആ ആംബുലൻസിനോടൊപ്പം വിലാപയാത്രയായി ആ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് ആകാശ ദൃശ്യങ്ങളിൽ കാണാം എത്രത്തോളം വലിയ ജനസഞ്ചയമാണ് അവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. സമയത്തിനകം തന്നെ, നിമിഷങ്ങൾക്കകം തന്നെ ആ വീട്ടിലേക്ക് അർജുനെത്തും. അവിടെ പൊതുദർശനമുണ്ടാകും. MS അനീഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, അല്പസമയത്തിനകം അർജുൻ്റെ പൊതുദർശനം ആരംഭിക്കുകയാണ്. ഒരുപാട് ആളുകൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. നൂറുകണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അർജുനെ അവസാനമായി ഒരു നോക്ക് കാണുവാനും ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും ഇനിയുള്ള ചടങ്ങുകളടക്കമുള്ള വിവരങ്ങൾ, വിശദാംശങ്ങൾ. നീണ്ട നിര ഇങ്ങനെ പോവുകയാണ്. ഈ നീണ്ട നിര നീണ്ടു പോവുകയാണ്. ഈ മരിച്ചതൊരു രാഷ്ട്രീയ നേതാവോ സിനിമാ നടനോ അല്ലെങ്കിൽ മറ്റു ആരുമല്ല, ഒരു സാധാരണക്കാരനായ ഒരു ലോറി ഓടിക്കുന്ന ഡ്രൈവറുടെ മരണമാണ്. പക്ഷേ അതിലുപരി ഒരു മനുഷ്യജീവൻ്റെ വില എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയ ചില ദിനങ്ങളാണ് കടന്നുപോയത്. സ്വന്തം സുരക്ഷ അല്ലെങ്കിൽ സ്വന്തം ധനസമ്പാദന മാർഗം എന്നതിനേക്കാളൊക്കെ ഉപരി സഹപ്രവർത്തകനായ ഒരാൾക്ക് വേണ്ടി എത്രമാത്രം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ച മറ്റു ചില മനുഷ്യരുടെ കൂടെ കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ തെളിഞ്ഞത്. നമുക്കറിയാം, ഈശ്വർ മാൽപ്പയെ പോലെ സ്വന്തം ജീവിതം തൃണവൽക്കരിച്ച് തനിക്ക് ഏത് നിമിഷവും ആപത്ത് വരുമെന്ന് അറിഞ്ഞെങ്കിൽ പോലും അത് അവഗണിച്ചുകൊണ്ട് ആഴങ്ങളിലേക്ക് മുങ്ങി സർക്കാർ ഏജൻസികളുമായി കലഹിച്ചു പോലും ഈ ഏജൻസികൾ മുങ്ങണ്ട എന്ന് പറയുമ്പോഴും അതിനെതിരെ നിന്ന് താഴേക്ക് ചാടി സ്വന്തം ജീവിതം പോലും പണയം വെച്ച് രക്ഷാപ്രവർത്തനം നടത്തിയ ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ഒരു കഥ കൂടിയാണ്. അതാണ് ഈ വലിയ ജനസഞ്ചയം കാണിക്കുന്നത്. അല്ല, ഇതിപ്പം ഒരാളുടെ മരണം എന്നതിലുപരി ഒരുപാട് കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാക്കിയ ഒരു ജീവിതം കൂടി ഇല്ലേ? നിങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതൊരു മൊത്തം ജനങ്ങൾക്കൊരു പാടാണ്. ജനങ്ങളെല്ലാവരും ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു സങ്കടം, എല്ലാവരും ദുഃഖം നന്നായിട്ട് രേഖപ്പെടുത്തുക. ഇതിപ്പോൾ ഒരു സ്ഥലത്ത് ഒരുപാട് മനാഫായാലും ഈശ്വർ മാൽപ്പയായാലും ഇവരുടെ കുടുംബമൊക്കെ ആയാലും അല്ലെ, എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു പ്രവർത്തനം. പ്രത്യേക മനോഭാവം കാര്യമായിട്ട് ഇതിനു വേണ്ടി കൈകാര്യം ചെയ്തിരുന്നത്. പിന്നെ ഒരു മലയാളിയാണ്, കേരളക്കാരാണ്.
അതിനുള്ള പ്രത്യേകം പാർട്ടി ബിജെപിൻ്റെ മെമ്പറുമാണ്. പിന്നെ പ്രത്യേകം നിങ്ങൾക്ക് എവിടുന്നാണ് ഇവിടെ തന്നെ അറിയാം? നിങ്ങൾക്കൊക്കെ നേരിട്ട് അറിയാമോ? ഞങ്ങളിവിടെ അടുത്ത് തന്നെ അറിയുന്നതാണ്. ഞങ്ങൾ നാട്ടുകാരനല്ലേ. ചെറുപ്പം മുതലേ അറിയാം. വലിയ ആൾക്കൂട്ടമാണ് വരുന്നത്. വരുന്ന വഴിയിലൊക്കെ ഒരുപാട് ആളാണ് കാത്തു നിൽക്കുന്നത് അല്ലേ? നിങ്ങളൊക്കെ അപകടം മുതൽ എന്താണ് ആഗ്രഹിച്ചിരുന്നത്? എത്രയും പെട്ടെന്ന് ഓനെ കിട്ടണം എന്നുള്ളത് തന്നെയായിരുന്നു. അത്രയും പ്രിയപ്പെട്ട ആളായിരുന്നു എല്ലാവർക്കും, നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ. അച്ഛനും മോനും ഒക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു ദിവസം മുന്നേ കിട്ടണം എന്ന് തന്നെയാണ് എല്ലാവരെയും പ്രാർത്ഥന ഉണ്ടായിരുന്നത്. പക്ഷെ ഇങ്ങനെയായിട്ട് വരുന്ന ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ആദ്യമൊക്കെ പ്രതീക്ഷ ജീവനോടെ തന്നെ എത്തും ഉണ്ടായിരുന്നു. ഓരോരോ സിഗ്നൽ കാണുമ്പോഴും ഞങ്ങൾ ഓടിയിരുന്നു, ഇപ്പം കിട്ടിപ്പോയി വിചാരിച്ചിട്ട്. പക്ഷെ ഇങ്ങനെയായിട്ട് വരും ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ബോഡി കിട്ടുന്നു പിന്നെ ഞങ്ങൾക്ക് തീരെ പ്രതീക്ഷയില്ല. ഒഴുകി പോയിട്ടുണ്ടാവും, എവിടെയെങ്കിലും എത്തിപ്പോയിട്ടുണ്ടാവും എന്നൊക്കെയാണ് ഞങ്ങൾ കരുതിയത്. പക്ഷെ എല്ലാവർക്കും പ്രിയപ്പെട്ട ആളായിരുന്നു അവൻ. അങ്ങനെയൊക്കെ തന്നെ ഒരുപാട് ആളുകൾ ഇടപെട്ടിട്ടുണ്ടല്ലേ? ഇപ്പം ഈ മുങ്ങി വലിയ ഒഴുക്കുള്ളപ്പോൾ മുങ്ങിയെടുക്കാൻ ഈശ്വർ മാൽപ്പേ വരുന്നു. സ്വന്തം വീടിനെയൊക്കെ വെടിഞ്ഞ് മനാഫ് ഒരുപാട് ദിവസം നിന്ന് പിന്നെ അവസാനം ഒരെല്ലാം ഒഴിവാക്കി. പിന്നെ സർജറി വന്നതിന് ശേഷമാണ് ഇതാ നേരത്തെ തന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുന്നേ കിട്ടുകയും അത്രയും ലാസ്റ്റായിപ്പോയി അതെത്തിയത്. അങ്ങനെ ഒരു സങ്കടം നിങ്ങൾക്കുണ്ട്? അതുണ്ട്. അപ്പം നിങ്ങൾ പറയുന്നത് ഇത് നേരത്തെ എത്തിയതെന്ന് വെച്ചാൽ പിന്നെ 2-3 ആൾ കിട്ടാനില്ലേ, ഒരൊക്കെ കിട്ടുകയും അന്നിന് വെള്ളം കൂടുതലുണ്ടായിരുന്നു. ഇപ്പം വെള്ളം കുറഞ്ഞല്ല, ഇതായിരിക്കും. അവരെ കൂടെ ഒക്കെ ഇതുപോലെ തന്നെ കിട്ടട്ടെ, എല്ലാവരെയും കിട്ടട്ടെ. ഇനിയിപ്പം അടുത്ത ഓലെ നോക്കുന്നുണ്ടാവില്ലേ? ഇതാണ്. ഇനിയും ആളുകൾ 2 പേർ കൂടിയുണ്ട്. അവരെ കൂടെയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ നടക്കട്ടെ, അവരെ കൂടെ കിട്ടട്ടെ എന്നാണ് പറയുന്നത്. ഒരു